Welcome to QD the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, co-powered by Asian Paints, Cadbury Dairy Milk, Crispello. Special partner Soap. മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ ഒരു പുതിയൊരു എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോവാണ്. Yeah. കാര്യപരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൂത്താശാനെയും ഡി പിയും വിളിച്ചാലോ? വിളിക്കിട്ടോ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം GP and DP. GP ഇവിടെ DP ഒരു അന്തരമായിട്ട് വന്നു. പക്ഷേ എന്റെ സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചേ KGF-ന്റെ പ്രൊമോഷൻ എങ്ങനെ നമുക്കൊരു ചേഞ്ച് ഒക്കെ വേണ്ടേ? എല്ലാ ദിവസവും ഒരേപോലെ ഇങ്ങനെ വന്നിരുന്നു ഒരുമാതിരി DP കമന്റ് പറയുന്ന പോലെ വന്നിരുന്നു നമ്മൾ ഡ്രസ് ചെയ്ത് വരുന്നത് ശരിയല്ലല്ലോ. ശരിയല്ല. ഇന്ന് DP നോക്കൂ. എന്തായാലും എന്തൊരു അച്ചടക്കം. DP പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ചോദിക്കണ്ടായിരുന്നു. ഓക്കെ GP, എനിക്ക് GPയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ മൂഡ് കംപ്ലീറ്റ് പോയി. കാരണം നമ്മുടെ പ്രേക്ഷകര് വന്നിരിക്കുന്നതിന് നമ്മുടെ കപ്പിൾസിന്റെ ടാസ്ക് കാണാനും ചാലഞ്ച് കാണാനും ഒക്കെയാണ്. ഓക്കെ, സോ വൺസ് അഗൈൻ GP and DP വെൽക്കം പ്ലീസ്. ഓക്കെ, അപ്പൊ GP DP സെറ്റ് ആണ്. ഷിട്ടു, ഇനി ഈ ആഴ്ചത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗാലറിയിലിരിക്കുന്ന സൂപ്പർ സ്റ്റാർ കപ്പിൾ ആരാ? നമ്മുടെ സൂപ്പർ സ്റ്റാർ കപ്പിൾ ഗാലറിയിൽ ആദ്യമായിട്ട് വന്ന് എന്താ പറയാ ഇരിക്കുന്ന ഒരു കപ്പിളാണ്. അവർക്ക് ഫസ്റ്റ് ചാൻസ് ആണ് ഷിറ്റു കിട്ടിയിരിക്കുന്നത്. അപ്പൊ നല്ലൊരു കൈയടി നിഖിൽ ആൻഡ് ലെന. അപ്പൊ നമ്മുടെ ഈ ആഴ്ചത്തെ സൂപ്പർ സ്റ്റാർ കപ്പിൾസ് റെഡി ആയ സ്ഥിതിക്ക് നമ്മള് ഒട്ടും താമസിയാതെ നമ്മുടെ ആദ്യത്തെ ടാസ്കിലേക്ക് പോകാൻ പോവാണ്. ആദ്യത്തെ ടാസ്കിന്റെ പേര് കുടുംബ കോടതി. ആമി ഡെന്നീസിനുള്ളതാണ്. ഡെന്നീസ് ആമിക്കും. ഞാൻ ഈ തൂക്കയറണം. ആമിയും ഡെന്നീസും കല്യാണം കഴിക്കണം. പറ്റുവാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കൊച്ചിന് എന്റെ പേരിട്ടോ നിരഞ്ജൻ. ആ ഡയലോഗ് അതിലില്ലല്ലോ. ഇത് ഞാനൊരു മൂഡിന് പറഞ്ഞ. എന്തൊരു അവസ്ഥയല്ലേ ജയിലിൽ നിൽക്കുന്നേ അല്ലേ? ഓ, എന്നെ തുറന്നുവിട്, ഞാൻ ഇറങ്ങട്ടെ, ബാക്കി കാര്യങ്ങൾ പറയട്ടെ. എന്തോ കിട്ടും, തുറന്നുവിട്. ഞാൻ ആവേശത്തിൽ കയറുന്ന ഒരു ഇന്റർവ്യൂ പറയാം, ഒരു ബിൽഡപ്പ് ലാലേട്ടന്റെ. എങ്ങനെ ചേച്ചിയെ കുറിച്ച് പൊക്കി പറ. ഏത് ചേച്ചിയെ പറ്റി? അവിടെ കിടറാ, നീ അവിടെ കിടാ. എന്നെ കുറിച്ച് എല്ലാവരുടെയും മുന്നിലും, മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ കണ്ടസ്റ്റന്റ്സിന്റെ മുന്നിലും, ജഡ്ജസിന്റെ മുന്നിലും, പ്രേക്ഷകരുടെ മുന്നിലും പൊക്കി പറ. വേറെ നിവർത്തിയില്ലാത്തോണ്ട് പെട്ടെന്ന് പറയടാ. എന്റെ ഷിട്ട് ഭയങ്കര സുന്ദരിയാണ്. കൈയടിക്കണ്ട. എന്റെ ഷിട്ട് ഭയങ്കര വിനയമുള്ള കുട്ടിയാണ്. ഭർത്താവിന്റെ ഉയർച്ചയിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരു കുട്ടിയാണ്. കൃത്യമായിട്ട് ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് എന്റെ ഷിട്ടു. തുറന്നുവിട്. തുറന്നുവിട്ടല്ലേ കുടുംബ കോടതി നടക്കുള്ളൂ കേട്ടാ. ഇല്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും പറഞ്ഞല്ലോ. അഴിച്ചുവിടണോ? നല്ല കുട്ടിയാട്ടാ. ഞാൻ ഇറങ്ങിയാലേ ടാസ്ക് നടക്കുള്ളൂ. പിന്നല്ല. നല്ല കുട്ടി, നല്ല കുട്ടി. അവൻ ഭാവനയിൽ നിന്ന് എടുത്ത് ഇത്രയും ഇല്ലാത്ത ഇപ്പൊ BGM ഇടണേ. കോടതി എന്ന ടാസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം മിക്കവാറും വീട്ടിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാത്ത ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് മഷീട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. അതൊരു പച്ചയായ സത്യമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കും ഭർത്താക്കന്മാർക്ക് ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉണ്ടാവും പറയാൻ, ഭാര്യമാർക്കും ഉണ്ടാവും അതേപോലെ പറയാൻ. ഈ കുറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് കോടതി മധ്യത്തിൽ നിന്നൊന്ന് പറഞ്ഞാലോ? ഷിട്ടു, ആരൊക്കെയാണ് കുറ്റം പറയാൻ വരുന്നത്? നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ കപ്പിളിനെ വിളിച്ചാലോ? നല്ല ദിവസം അല്ലേ? വെരി ഗുഡ്. നമുക്ക് അവരെ തന്നെ വിളിക്കാം. വെൽക്കം നിഖിൽ ആൻഡ് ലെന. ഇതിൽ ആരാണ് വാദി, ആരാണ് പ്രതി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരുപാട് കുറ്റങ്ങളുണ്ടാവും പറയാൻ. സ്വാഭാവികം. തിരിച്ചും ഒരുപാട് കുറ്റങ്ങളുണ്ട് പറയാൻ. അതിലും സ്വാഭാവികം അല്ലേ? ഒന്നും മിണ്ടുന്നില്ല, എന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടാണ് നിഖിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മളല്ല ഈ ഒരു കോടതിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കോടതിയാകുമ്പം ഇതൊരു ജഡ്ജി വേണമല്ലോ. പക്ഷെ ഇവിടെ ഒരു ജഡ്ജി അല്ല,
കാര്യം ജഡ്ജി വന്നാൽ ഒറ്റ തീർപ്പാ. പക്ഷെ നമുക്ക് അതിനൊക്കെ വരും ഒരു ഒത്തുതീർപ്പ് വക്കീല് നമ്മുടെ കൂടെ ഈ കോടതി റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. കാര്യങ്ങൾ പരമാവധി ഒത്തുതീർപ്പിലാക്കാൻ കെൽപ്പുള്ള ഒരു വക്കീലാണ്. എന്നാൽ നിങ്ങളിൽ ആരാണ് വാദി ആരാണ് പ്രതി എന്ന് പറയാൻ അത്ര സ്മാർട്ട് ആയിട്ടുള്ള ഒരു വക്കീലും കൂടിയാണ്. ഓക്കെ, കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടൻ ഇവിടേക്ക് തിരിച്ചു വരികയാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ഒത്തുതീർപ്പ് വക്കീൽ. എവിടെ ആയിരുന്നത്? കുറച്ച് കുരുമുളക് പറയാൻ പോയതല്ല, ഞാൻ കുറച്ച് പ്രമാദമായ കുറച്ച് കേസുകൾ എനിക്ക് വന്നത് ചേർന്ന് ലോക്ക്ഡൌൺ സമയത്ത് പ്രമാദമായ കുറച്ച് കേസുകൾ വന്നു. അപ്പൊ ആ കേസ് ഞാനിങ്ങനെ ബാധിച്ച് ഞാൻ ബാധിച്ചു നിന്ന പുള്ളി അങ്ങ് അകത്തായി. അതായത് ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ശരിക്കും ഒന്ന് കാണണം എന്ന് അവന്റെ മനസ്സിൽ നിന്നൊരു തോന്നല്, അത് ഞാനൊന്ന് അറിയാനിടയായി. ഓക്കെ, അപ്പൊ ആ തോണിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നു. അങ്ങനെ ഞാൻ എന്റെ പെങ്ങടെ വീട്ടില്, ഹൈറേഞ്ചിൽ എന്റെ പെങ്ങടെ വീട്ടിൽ പോയി നിന്നു. അവിടെ കുറച്ച് കുരുമുളക് പറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വെറുതെ എന്റെ പെങ്ങടെ വീട്ടിൽ വൈകുന്നേരം ഞാൻ സിറ്റിക്ക് ഇറങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. അവിടെ ഇറങ്ങി ഞാനൊരു കട്ടൻ ചായം കുടിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഈ അകത്താക്കിയവനുണ്ടല്ലോ അവനിങ് വരുക. ഞാനൊരു ഒറ്റ ഓട്ടമായിരുന്നു. ആദ്യം കണ്ടൊരു വീട്ടിലേക്ക് ചാടി അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവിടെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന വീട്ടിലേക്കായിരുന്നു ഞാൻ ആകെ കയറി ചെന്നത്. ഇവനാണെങ്കിൽ വന്നിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയ വീടെന്ന്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു. തന്നെയല്ലേ ഞാൻ ആകെ കയറിപ്പോയല്ലോ, പിന്നെ നമുക്ക് ക്വാറന്റൈനിൽ കുറച്ച് നേരം ഇരുന്നല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ആ വീട്ടിൽ അങ്ങോട്ട് ക്വാറന്റൈനിൽ ഇരുന്ന് അവിടുത്തെ തുണിയലക്കലായി, പശുവിനെ കുളിപ്പിക്കലായി, പുല്ലുമുറിക്കലായി, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ആ വീട്ടിലെ ചേട്ടനും ചേച്ചിനെ അങ്ങ് പിരിപ്പിച്ച് ഇപ്പൊ ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വക്കീലിന് വിധി പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഒരു ജഡ്ജിയുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് വിധി പറയാൻ പോകുന്നു. അത്രേ ഉള്ളൂ. ആണോ? ആ, പ്രതി ജയിലിനകത്ത് കിടക്കും. അടുത്ത പ്രതി വരുന്നിടം വരെ. ഓക്കെ, എന്നാ പിന്നെ തുടങ്ങിക്കോളൂ. സാറേ, സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ നല്ല 5 മിനിറ്റ് സമയമാണ് തന്നേക്കുന്നത്. കുറ്റം പറയാൻ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റും ഇവിടെ കുറ്റം? അത് പറയണം. ആരാ ഈ കണ്ടന്റ് സെറ്റ് ചെയ്ത്? ഞാൻ വിധിക്കാൻ 5 മാസം എടുത്താൽ തീരത്തില്ലെന്ന്. അല്ലേ? ഞാനൊരു കാര്യം പറയാം, പറഞ്ഞല്ല, എനിക്ക് ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധമാണ് ആദ്യത്തെ. ഇങ്ങനെ പിടിച്ച് തിരിക്കായിരുന്നു. അതെ, ഞാൻ അബദ്ധം പറഞ്ഞോട്ടെ. അപ്പൊ ആ ഒരു അബദ്ധം പറ്റി എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആയത്. അതല്ല എനിക്ക് പറ്റിയ അബദ്ധം. അപ്പൊ എല്ലാരും പറഞ്ഞു, എടാ നീ അവള് പ്രഗ്നന്റ് ആണ്, അപ്പൊ നീ ഇവക്ക് കുറച്ച് മാനസിക സന്തോഷം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മാനസിക സന്തോഷം കൊടുക്കുന്നതിന്റെ ഭാഗമായി മിക്ക ഭർത്താക്കന്മാർക്കും ഇത് പറ്റാറുണ്ടായിരിക്കും. അതിന്റെ ഒരു ഭാഗമായി ഞാൻ ഇവളെ ജസ്റ്റ് ഒന്ന് തലയിൽ കയറ്റി. അന്ന് കയറിയതാണ്, അവൾ ഇറങ്ങിയിട്ടില്ല ഇതുവരെയ്ക്കും. ഞാനിപ്പോ ഇപ്പോഴവിടെ ഇരിക്കുവാണ്. ഇവൾ എന്ത് ചെയ്താലും കുറ്റം എനിക്കാ. ഞാൻ എന്താ ചെയ്തേ? അവള് പല്ലി വയ്ക്കാത്തതിന് പോലും എനിക്കാ കുറ്റം. എന്ത് കാര്യത്തിന്? ചേൻ കൂടുതലൊന്നും പറയണ്ട. ചേൻ എന്തോ, ചേൻ 24 മണിക്കൂർ ഫോണല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് സമയമല്ലേ? 24 മണിക്കൂർ ഫോൺ. ഞാൻ എപ്പോഴാണ് ഇപ്പൊ ഫോൺ ഉപയോഗിച്ചത്? അതേ പോട്ടെ, അതെല്ലാം പോട്ടെ. ഞാൻ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ വേദിയിൽ എത്തിയതുകൊണ്ടാണ്. എന്റെ ഫോൺ ഉപയോഗത്തിന്റെ കാരണമാണ്. പുള്ളിക്കാരന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന മനുഷ്യന്മാരുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു വളരെ ക്ലീശ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭാര്യമാര് ഇത് മാറ്റി പറയും. എല്ലാരും പറയും ഭർത്താക്കന്മാർക്ക് ദേഷ്യം എന്ന് അവർ ചുമ്മാ പറയുന്നത്. ദേഷ്യം കാണുന്നത് ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഭർത്താക്കന്മാരെങ്കിലും കാണും ഇവിടെ? ചിലപ്പോ ചില എറിഞ്ഞ് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാറുണ്ട്. എത്ര ഫോൺ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ? അതിപ്പോ കുറവുണ്ടല്ലോ. കൊറോണ വന്നതിന് ശേഷം മാറ്റം ഉണ്ടല്ലോ. കൊറോണ വന്നതിന് ശേഷം കുറവുണ്ട്, കാരണം പൈസ ഇല്ലല്ലോ. ഇത് കുറ്റമല്ലല്ലോ. അങ്ങോട്ടും രണ്ടുപേരും അല്ല, ഞാൻ എന്റെ കാര്യം പറയാ. ദേഷ്യപ്പെടുന്നു ചുമ്മാ പറഞ്ഞു. എനിക്ക് അരി മേടിക്കാൻ പറ്റുന്ന ഈ രീതിയിൽ ഇത് പോയി കഴിഞ്ഞാൽ ഇവര് കുറ്റമാണെന്ന് പറഞ്ഞിട്ട് ഇവര് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ്. എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങ് സമ്മതിക്കും. അങ്ങനെ എന്തോ ഇത്. ഇപ്പൊ എനിക്ക് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എനിക്ക് പിന്നെ ഒരു അടിസ്ഥാനമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ട എന്താ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം. അതെനിക്കില്ല. നട്ടലിന്റെ പ്രശ്നമല്ല. എന്റെ സുഹൃത്തുക്കൾ കല്യാണം കഴിഞ്ഞ് അന്നങ്ങാണ്ട് കണ്ടതാ. അതിനുശേഷം ഇവളെ പേടിച്ച് ഒറ്റ വീട്ടിൽ കയറത്തില്ല. അവന്മാരുടെ സ്വഭാവം അത്ര നല്ലതാ, അതാ വീട്ടിൽ കയറ്റാത്തെ. കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞ് ഇയാളല്ലേ കൂട്ടുകാരന്മാർ? എങ്ങനെ ഇതൊക്കെ നമുക്കൊരു സ്വാതന്ത്ര്യം തരണ്ട്. കുറച്ചൊരു അല്ലേ, ഞാൻ ഇൻഡിവിജ്വൽ അല്ലേ. എല്ലാത്തിനും എന്റെ തലയിൽ കയറിയിരുന്ന് ഇങ്ങനെ ചൊറിയാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. ഇത് വെറുതെ പറയുന്നത്. അത്രയ്ക്ക് പേനാണോ അയാളുടെ തലയിൽ? അങ്ങനെ ചെയ്യരുത്. കാര്യം ഭർത്താവാണെന്ന് കരുതി അങ്ങനെ ചെയ്യരുത്. സ്വഭാവമായി പോയി രണ്ടിനെ പിടിച്ചാൽ തരണോ? രണ്ടിനെ പിടിച്ചിട്ടാന്ന്. ഇതിപ്പോ 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും
ശരിക്കും രണ്ടെണ്ണത്തിന്റെ പേരിലുണ്ട് കുറ്റം. കുറ്റം രണ്ടുപേരിലുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ എന്റെ സൈഡിൽ പറഞ്ഞിട്ട് കുറ്റം ഇല്ലല്ലോ. ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ വാദിച്ച് ഞാൻ പറയുന്നുണ്ടല്ലോ, എന്റെ സൈഡിൽ പ്രശ്നമില്ല. താങ്കൾക്ക് ദേഷ്യമുണ്ട്, താങ്കൾ സമ്മതിച്ചല്ലോ. എനിക്കൊരു ദേഷ്യമില്ല. ആര് പറഞ്ഞ ദേഷ്യമുണ്ടെന്ന്? അല്ല അങ്ങനെയല്ല, എനിക്കൊരു ദേഷ്യമില്ല. ഞാൻ അങ്ങനെ ഇല്ല. എനിക്ക് ഇതൊരു നടക്കി പോകുന്ന ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടണം. ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ ഇവിടെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഭർത്താവിനെ നിരന്തരം പീഡിപ്പിക്കുകയും തലയിൽ കയറി മുടിയുടെ ഷേപ്പ് വരെ മാറ്റി കളയും ചെയ്യുന്ന ഈ ഭാര്യയെ പിടിച്ചകത്തിട്ടാലോ ഒന്ന്? ഇപ്പം ഈ വ്യക്തിയെ, അതായത് ഭാര്യയെ നമ്മൾ അകത്ത് കയറ്റിയേക്കുക. അതിനകത്ത് ഭയങ്കര സന്തോഷവാനായിട്ട് അതുകൊണ്ട് നമുക്കൊരു ഈ അഹങ്കാരിയെ കൂടി ഇതിനകത്തൊക്കെ അങ്ങ് കയറ്റാം. DPക്കും അത് തന്നെയാണ് പറയാനുള്ളത്. DP നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരാളെ മാത്രം അത് ആ ഒരു വാദത്തിൽ. അല്ല, ഞാനത് ചെയ്ത് നോക്കിയതാണ്. ഈ വ്യക്തിയുടെ മനസ്സറിയാൻ വേണ്ടി ചെയ്തു നോക്കിയത്. പുള്ളി അങ്ങ് ആഹ്ലാദിക്കുകയാണ്. അയ്യോ ഇല്ല, സത്യമായിട്ട് എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല. രണ്ടുപേരും ബാക്കി വരുവാ. വക്കീലെ, ഇതുകൊണ്ട് തീർന്നില്ല. കുറ്റം പറയാൻ വേറെ രണ്ടുപേരോട് റെഡി ആയിപ്പോണ്ട്. ആണോ? എന്നാ വിളിക്കവരെ. ഓക്കെ, വിളിക്കട്ടെ. വിളിക്കവരെ. അജിത് ആൻഡ് ഡോണ. Come on. ശരി, നിങ്ങൾക്ക് എന്താ പറയണമെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് പറയാം. ചേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യത്തെ ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നു. എഴുന്നേറ്റ വഴിയെ ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് എന്റെ പുറകെ നടപ്പാണ്. എനിക്ക് എന്റെ പുറകെ. എന്തിനാ അത്രയ്ക്ക് സംശയമാണോ? അതല്ല, വീഡിയോ വീഡിയോ അല്ല, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്ക എന്റെ പുറകെ നടക്കും. അപ്പൊ എന്നെ ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ല. വീട്ടിലെ ഒരു കാര്യങ്ങൾക്ക് കൂടില്ല. എനിക്ക് പറയാനുണ്ട്. ഇവിടെ എന്നാ പണി ചെയ്യണമെന്ന് പറയണം. രാവിലെ എണീക്കുമ്പോ 10 മണിയാവും. ഒരു കൊച്ചുണ്ടായിരുന്നു. രണ്ടുപേരും 10 മണിക്ക് കോമഡി അല്ല, സത്യമായി സാറിന്. എനിക്കൊരു ഒബ്ജക്ഷൻ ഉണ്ട്. ഉറക്കളക്കുന്ന വ്യക്തിയാണ്. ഇവളുടെ വിചാരം ലോകത്ത് ഇവക്ക് മാത്രമാണ് ഒരു കൊച്ചുള്ളൂന്ന. ആ കൊച്ചാണെങ്കിൽ ഒരു ശല്യമില്ലാത്തൊരു കൊച്ചാ. ശരിക്കും പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ, അതിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ ഒരു പണി, ഒരു ചായ പോലും ഇവിടെ രാവിലെ ഇടത്തില്ല. ഒരു പണി ചെയ്യണ്ട. നമുക്കൊരു ഹോട്ടൽ ഉണ്ടാവും, അവിടുന്ന് ഫുഡ് എല്ലാം കിട്ടുന്നത്. അതേ സെറ്റപ്പ് എല്ലാം അവിടെ കിട്ടുന്നത്. ഇവിടെ എന്നാ ആണെങ്കിൽ ഒരു തറ തുടക്കി ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ നടക്കും. ഞാൻ ജസ്റ്റ് നമ്മളിപ്പോ ഇതിലൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്യാം. എന്നാ ജാടയെ വെക്കുന്ന അറിയാവോ? അഹങ്കാര വർത്താനം മാത്രമേ പറയത്തുള്ളൂ. ഈ പുറമേ കാരണം പരിപാടിക്ക് മാത്രം ഉള്ളു മുഴുവൻ കുഷ്ടം. എനിക്ക് പറയാൻ അവസരം തന്നു. ഈ രാത്രി മുഴുവൻ ഉറക്കളച്ചിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ 10 മണിക്ക് എഴുന്നേൽക്കുന്നത്. രാത്രി ഈ ഒരു ശല്യമില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞു. കുട്ടിയുടെ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയാലേ കുട്ടിക്ക് ശല്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ പറ്റും? പക്ഷെ ഞാൻ സാക്ഷി പറയും, ഇന്ന് രാവിലെ എന്റെ വീഡിയോ എടുത്തു. അവരുടെ സെലിബ്രിറ്റി അല്ലേ? അപർണയുടെ വീഡിയോ എടുത്തു അത്ര തെറ്റാണോ? അതെങ്ങനെയാ? അതെങ്ങനെ തെറ്റാണോ? ഒളിക്യാമറ വെക്കുന്നവരെ മാലയിടുവോ? പിന്നെ എവിടെ ഒളിക്യാമറ വെച്ചേ? അവരുടെ പരസ്യമായിട്ടാണോ? ഞാൻ വീഡിയോ എടുത്ത പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടല്ല. ഞാൻ ചെയ്ത കൊച്ചിന്റെ വീഡിയോ നീ എടുത്തത് തെറ്റ്. അത് തെറ്റാ, അത് ശരിയാ. ഈ സൈസ് ഡ്രസ് ഇടുമ്പോ തന്നെ നിനക്ക് അങ്ങനെ വീഡിയോ എന്തോരം ഡ്രസ് ഇട്ടോ? അപർണയുടെ മാത്രല്ല, ജീവയുടെ അടുത്ത് എല്ലാവരുടെ അടുത്തല്ലോ. അത് തന്നെ. ഫോണിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഭർത്താവ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മുടെ കൂടെ കൂടിച്ചു കഴിയണം. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ചെയ്യാന്ന് പറയും, എന്നിട്ട് പകുതി ആക്കിയിട്ട് ഇട്ടിട്ട് ഒരു ഞാൻ എല്ലാം മുഴുമിപ്പിക്കാറുണ്ട്. അത് നിനക്ക് അറിയാലോ. ഞാൻ ഏത് കാര്യം പാതിയാക്കിട്ട് പോയതാ? ഏത് കാര്യം ഇവരുടെ കൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാറില്ല. ഉറക്കാൻ പറയും. പകുതി കണ്ണടക്കുമ്പോ എന്റെ ഭാഗത്ത് തെറ്റില്ല. കൊച്ചിനെ ഉറക്കണതൊക്കെ എന്റെ പരിപാടിയാ. ഇവിടെ അതും പറഞ്ഞ് കൊച്ചിനെ നിന്നങ്ങ് പോവും. കൊച്ചിനെ കുളിപ്പിക്കണതും എല്ലാം ചെയ്യണം ഞാനാ. ഒരു ദിവസം കുളിപ്പിച്ചു. ഒരു ദിവസം കഴിഞ്ഞ ദിവസം കുളിപ്പിച്ചാരാ? ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണിച്ചു തന്നു. അത്രേ ഉള്ളൂ. തള്ളക്ക് കൊച്ചിനെ കുളിക്കാൻ ബുദ്ധിമുട്ടാണ്. വക്കീലേ, പറ, അയ്യോ എന്താ സംഭവം? എന്ത് ചെയ്യണം? നമുക്ക് ഇവരെയും പിടിച്ചങ്ങ് അകത്തിട്ടിട്ട് പുറത്തുനിന്ന് ആനന്ദിച്ചാലും. യുവർ ഓണർ,
എന്നിലുള്ള കുറ്റം ഒന്ന് പറയാമോ എന്താന്ന്? ഡോണയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. ഡോണയുടെ കാര്യം അന്വേഷിക്കുന്ന ആരാ? വക്കീലെ എന്നാ ചെയ്യണം വക്കീലെ? വക്കീൽ എനിക്ക് ഡൈവോഴ്സ് വേണം. ഇവരെ രണ്ടുപേരെ ഇറക്കി വിട്ടിട്ട് ഇവരെ പറത്തി വിട്ടിട്ട് ഇവരെ അങ്ങ് കയറ്റാം. കുടുംബ കോടതിയായിരുന്നു. വക്കീൽ കുറെ കുറ്റങ്ങളൊക്കെ കേട്ടു. രണ്ടെണ്ണത്തിനെ പിടിച്ച് ജയിലിട്ടു. അവരെ ഇറക്കി വിട്ടിട്ട് വേറെ രണ്ടെണ്ണത്തിനെ പിടിച്ച് അകത്ത് കയറ്റി. പറയൂ വക്കീലെ, മനസ്സോർക്ക്. ഇവരുടെ മനസ്സിലുള്ളതെല്ലാം വിപരീതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവർക്ക് ഏത് രീതിയിലുള്ള ശിക്ഷ കൊടുക്കാമെന്ന് നമുക്കൊന്ന് ആലോചിച്ചിട്ട് നല്ല വ്യക്തിസ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു ശിക്ഷ വിധിക്കണം. രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് അഭിപ്രായം എടുക്കാം, വിദഗ്ധ അഭിപ്രായം. GP, ഇതൊരു കോമ്പറ്റീഷനായി കരുതുമ്പോ അല്ലെങ്കിൽ ഇവർക്കൊരു ടാസ്ക് കൊടുത്തപ്പോ രണ്ടുപേരും ഭംഗിയായി ചെയ്തു. നമ്മളൊരു ടാസ്ക് കൊടുക്കുമ്പോ അതിനെ പൂർണ്ണമായി എടുത്ത് ഏതറ്റം വരെയും പോവാൻ കാണിക്കുന്ന അജിത്ത് കാണിച്ച ആ ഒരു ഇൻതൂസിയാസം ഉണ്ടല്ലോ, ആസ് എ കോമ്പറ്റീറ്റർ അതെന്നെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരില് കുറച്ചുകൂടെ രസകരമായി തോന്നിയത് ഇവർ രണ്ടുപേരുടെ ആ തർക്കമായിരുന്നു, ആഗമനോദ്ദേശം അല്ലേ? പിന്നെ ബാക്കിയെല്ലാം GP പറഞ്ഞു. നമ്മൾ ഈ മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ എപ്പിസോഡ് തുടങ്ങിയിട്ട് ഏകദേശം എത്ര നാളായി ആയിട്ടുണ്ടാവും? കുറെ നാളായില്ലേ? കുറച്ചു കാലമായി ഒരുപാട് ഗെയിംസ് നമ്മൾ ഇവിടെ ചെയ്തു. പക്ഷെ പ്രേക്ഷകർ എവിടെ പോയാലും, അതായത് മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ എവിടെ പോയാലും നമ്മളോട് ചോദിക്കുന്ന ഒരു ഹിറ്റ് ഗെയിമുണ്ട്. ആ ഗെയിം എവിടെ? ഇന്നൊരു ഗെയിം കൊണ്ടോ, അത് കഴിഞ്ഞിട്ടുള്ള പണിഷ്മെന്റ് കൊണ്ടോ, അങ്ങനെ നിരന്തരമായി നമ്മളോട് അഭ്യർത്ഥിച്ചതിന്റെ ഒരു ഫലമായിട്ട് കമ്പനി അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു. എന്താ ചിട്ടോ നമ്മുടെ ഐറ്റത്തിന്റെ പേര്? മനപ്പൊരുത്തം റീലോഡഡ്. മനപ്പൊരുത്തം ടാസ്ക് അറിയാമല്ലോ, ചോദ്യങ്ങളുണ്ടാവും. ഇവരുടെ മനപ്പൊരുത്തം കറക്റ്റ് ആണെന്ന് നമ്മൾ നോക്കുന്നു. ശരിയാണെങ്കിൽ ജയ് ജിഞ്ചോ, തെറ്റാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടാവും. ഇപ്രാവശ്യം രണ്ടുപേർക്കും ഉണ്ട് പണിഷ്മെന്റ്. മുങ്ങാനായിട്ട് ഒരുപാട് ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ചോദ്യം നമ്പർ 1. ആദ്യ രാത്രിയിൽ എന്റെ ഭർത്താവിൽ ഞാനൊരു സ്ലീവ് വാച്ചിനെ കണ്ടു. അഞ്ചു പോക്ക്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ. ഭർത്താക്കന്മാർക്ക് അതൊരു നോർമൽ കാര്യമായിരുന്നു, ഭാര്യമാർക്ക് അതൊരു സ്ലീവ് വാച്ച് ആയിരുന്നു. അപ്പോ രണ്ടുപേരും നല്ല അസലായിട്ട് ചോദ്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ഭാര്യമാരിൽ നിന്നും പണിഷ്മെന്റ് തുടങ്ങാൻ പോവാണ്. നമ്മൾ ആദ്യമേ ലക്ഷ്മിയെ മുക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇനി ഭർത്താവിന്റെ ചാൻസ് ആണ്. ഓക്കെ, ഇവിടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഭാര്യ തന്നേക്കാൾ പുറകിലാണ്. ആണോ സഞ്ജു? ലക്ഷ്മി, മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ പെർഫോമൻസ് നന്നായിട്ട് ചിന്തിക്കൂ. മിസ്സിന്റെ കാര്യത്തിൽ സഞ്ജു ലക്ഷ്മി പൊക്കിക്കോ. പൊക്കിക്കോ. എന്താ ഒരു മനപ്പൊരുത്തം. വേറെ മനപ്പൊരുത്തം എടുത്ത് പറയേണ്ട ഒന്നാണ് അല്ലേ? സൂപ്പർ മോഡലിംഗ് വന്ന് തെറ്റി ഇച്ചിരി സ്ഥലം കൊടുക്കും ഭർത്താവിന്. അടുത്ത ചോദ്യം. തുടങ്ങി വെച്ച കാര്യം മുഴുവിപ്പിക്കാതെ ഉറങ്ങുന്ന ശീലം ഭർത്താവിനുണ്ട്. എന്തെങ്കിലും ജോലി മുഴുവിപ്പിക്കാതെ ഉറങ്ങുന്ന ഒരു ശീലം ഭർത്താവിനുണ്ടോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആണോ? അല്ലട കുട്ട, ഇപ്പൊ വീട്ടില് പാത്രം കഴുകുന്നോ ചെറുകുന്നോ എന്തെങ്കിലും ഒരു ജോലി, അതൊരു ജോലിയാണല്ലോ. അത് മുഴുവിപ്പിക്കാതെ ഉറങ്ങുന്ന ശീലം ഭർത്താവിനുണ്ടോ? ഓക്കെ, സഞ്ജു ലക്ഷ്മി. നല്ല കേടി. രഞ്ജിത്തെ
ജീവിതത്തെ എന്തോ മുഴുപ്പിക്കാതെ നമ്മളോട് ചോദിക്കും. പറ. എന്താണ് മുഴുവിപ്പിക്കായത്? സഞ്ജുവിന്റെ ചോദ്യം. സഞ്ജയുടെ പാത്രം കഴുകാനും തുണി കഴുകാനും ഒക്കെ ഞാൻ തരുമ്പം പകുതി ഇത് രാത്രിയിലെന്നല്ല പകലെന്നില്ല സഞ്ജയുടെ ഉച്ച സമയത്തൊക്കെ പോയി കിടക്കും, ഒന്നെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കും, ഇതൊക്കെ ചെയ്യും. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനും അതന്നെ ഉദ്ദേശിച്ചത്. അതാ ഇനി ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഭർത്താവിന് അങ്ങോട്ടൊരു ചായ്വ് തോന്നാറുണ്ട്. രഞ്ജിത്ത് ആൻഡ് റിജി, ഇനിയും അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഇളകരുത്. രഞ്ജിത്ത് പറയുന്നു വേറെ പെൺകുട്ടികളെ കാണുമ്പോൾ ഇളക്കമില്ലെന്ന്. ഇല്ല ഞാൻ ടൈപ്പ് അല്ല. പക്ഷെ റിജി പറയുന്നു ഇളകാറുണ്ടെന്ന്. എപ്പോഴും ഇളകിയിട്ടുള്ളത് അല്ല, ഭയങ്കര കമ്പാരിസണോ. ഇളകിയത് പോരാ, കമ്പാരിസൺ നടത്തി. എല്ലാത്തിലും ഞങ്ങൾ സമ്മതിക്കില്ല. എല്ലാത്തിലും മുക്കിക്കോ. കണ്ടോ? എല്ലാത്തിലും മുക്കവനെന്ന് മുക്ക്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഭർത്താവ് സാധിച്ചു തരാറുണ്ട്. കമോൺ സഞ്ജു ലക്ഷ്മി. അടിപൊളി. ഉണ്ടോ? കറക്റ്റ് ആണോ? ഉണ്ടോ? ഓക്കെ, അടിപൊളി. അത് മോശമല്ലേ? ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ? ഞാൻ സാധിച്ചു കൊടുക്കാതെ ഒരു 2 ആഗ്രഹങ്ങളോടൊന്നും പറയാൻ പറഞ്ഞു. പറ ലക്ഷ്മി. സഞ്ജയേട്ടാ, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോഴേ എനിക്ക് ഒരു സാധനം വേണോന്ന് പറഞ്ഞാലും സഞ്ജയുടെ വാങ്ങിച്ചെടുത്തില്ല. അമ്മാതിരി പിശുക്കനോട് പിശുക്കനാ. നമുക്ക് മുങ്ങാം. ലക്ഷ്മി 2. ഓക്കെ, ലക്ഷ്മി മുങ്ങാം. തീർച്ചയായിട്ടും. കമോ. ഒരു ഭംഗി. പിന്നെ രഞ്ജിത്തിനും റിജിക്കും നല്ലൊരു കൈഡ് കൊടുക്കാം. അവര് കറക്റ്റ് ആക്കി. ഓക്കെ, അടുത്ത ചോദ്യം. ഭാര്യ ഒരു കുശുംബിയാണ്. ലക്ഷ്മി ഒരു കുശുംബിയാണോ? സഞ്ജു, രഞ്ജിത്ത്, റിജി. ലക്ഷ്മി ഒരു കുശുംബിയാണോ? ഒരിക്കലും അല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ചോദിച്ചാൽ മതി. ഞാൻ ഭൂലോക കുശുംബി. ഇതാണ് മനപ്പൊരുത്തം. ഭാര്യ ഒരു കുശുംബിയാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാര്യം പറഞ്ഞത് ഞാൻ ഒരു കുശുംബത്തരം കാണിക്കാറില്ല കേട്ടോ. എന്തിനാ രഞ്ജിത്തെ കള്ളം പറഞ്ഞേ? അത് കുശുമ്പ് കാണിക്കുന്നവർ കുശുമ്പ് കാണിക്കുന്നു പറയുമല്ലോ. കേട്ട് നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലാവുള്ളൂ കുശുമ്പാണല്ലോ. അവര് ചെയ്യുന്നത് ശരിയാന്നും പറഞ്ഞാൽ കാണിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അതല്ലേ? അത് തന്നെ. അടുത്ത ചോദ്യം. ഭാര്യ ഓവർ റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക് ആണെന്നോ അല്ലെന്നോ? ആണ്. കോൺഫിഡൻസ് ആയിട്ട്. സഞ്ജുവിനും ലക്ഷ്മിക്കും ഒരു ഉഗ്രം കയ്യടി. അടിപൊളി. റൊമാൻറ്റിക് ആണോ ലക്ഷ്മി? അതിലെനിക്കൊന്നും പറയാൻ, ഞാൻ ഭയങ്കര റൊമാൻറ്റിക്കാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ? അല്ല, അങ്ങനെയല്ല. അല്ല, ഈ നമ്മള് സിനിമയിലൊക്കെ കാണത്തില്ലേ, ഡാൻസ് കളിക്കുക, ഇങ്ങനെ കറക്കുക, എടുത്തോണ്ട് പോവുക, അത് ഭയങ്കര ഇഷ്ടം. സംഗതി മനസ്സിലായി. ഇനിയിപ്പോ കൂടുതൽ പറഞ്ഞൊരു കാര്യമില്ല. ഞാനതാ മനസ്സിലായി. ഞാനതാ ഇനി പോന്നെ. ലാസ്റ്റ് ചോദ്യം. അപ്പോ കാണുന്ന ആളെ അപ്പാന്ന് വിളിക്കുന്നൊരു സ്വഭാവം
ഭർത്താവിനുണ്ട്. സഞ്ജു ലക്ഷ്മി. ഓക്കെ. രഞ്ജിത്ത് റിജി. അപ്പൊ കാണുന്ന ആളെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം രഞ്ജിത്തിനുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഓക്കെ, നല്ല ഗൈഡ്. ഇത് ലാസ്റ്റ് മുക്കലല്ലേ? ലാസ്റ്റ് മുക്കൽ. അപ്പോ രഞ്ജിത്തിന് ഇഷ്ടമുള്ളതിൽ റിജിയെ മുക്കട്ടെ, റിജിക്ക് ഇഷ്ടമുള്ളതിൽ രഞ്ജിത്തിനെ മുക്കട്ടെ. ഇപ്പൊ മലപ്പുറത്തം റീലോഡ് ടാസ്ക് ഭംഗിയായിട്ട് ചെയ്തവർക്ക് രണ്ടുപേർക്കും നല്ല ഉഗ്രത കൈഡി കൊടുക്കാം നമുക്ക്. ആദ്യത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇത് ആദ്യം ഈ ഗെയിം കളിക്കുന്നത്. അന്ന് ഇതിനെ കുറിച്ച് കാര്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അന്ന് ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് നിസാറയ്ക്ക് അടക്കം വന്ന് പറഞ്ഞത് ഇതിപ്പോ എന്താണെന്നറിയോ, എന്നെ മുക്കുക എന്നുള്ളതാണ് അവളുടെ ഉദ്ദേശം എന്നുള്ളതൊക്കെയാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇവര് പോയിന്റ്സിനെ കുറിച്ച് ബോധേഡേ ആയിരുന്നില്ല. ഇനിയിപ്പോ മുട്ടയിൽ മുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാലും ചളിയിൽ മുങ്ങാൻ പറഞ്ഞാലും ഒന്നും അല്ല. പോയി ഒരു ഐസ്ക്രീം കഴിക്കുന്ന ലാഘവത്തോടു കൂടി എവിടെ മുങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്നൊരു സ്റ്റേജിലേക്ക് നമ്മുടെ കണ്ടസ്റ്റൻസ് എത്തി എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സൂപ്പർ സ്റ്റാർ കപ്പിളിനോട് കൂടെ ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും. നല്ല ഗെയിം ആയിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലക്ഷ്മിയുടെയും സഞ്ജുവിന്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുശുമ്പുണ്ടെന്ന് പറഞ്ഞു. കൊതിയും ഞൊണയും പറയുമെങ്കിലും പുള്ളിക്കാരി കുശുമ്പത്തിയൊന്നും അല്ല. കൊതിയും ഞൊണയും പറയെങ്കിലും കുശുമ്പില്ല. കൊതിയും ഞാണയും ഫോൺ വിളിച്ച് പറയുന്ന കാര്യയുടെ എല്ലാരോടും പറയാതെ. ഈ റൗണ്ടിൽ വിജയികളായിട്ട് നമ്മൾ സഞ്ജുവിനെയും ലക്ഷ്മിയെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദായ വിൽപ്പന, ആദായ വിൽപ്പന, ആദായ വിൽപ്പന, ആദായ വിൽപ്പന. ഏതെടുത്താലും പൈസ നിങ്ങൾ തരണ്ട. ഇത് വളരെ ചെറിയ സമയത്തേക്കുള്ള ഒരു ഓഫറാണ്. ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ വിളിക്കുന്ന 4 പേർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സാറിട്ട അതേപോലത്തെ കോട്ട് അതേ കോട്ട്. നമ്മുടെ കമ്പനി സ്വരുക്കൂട്ടിയ ഇത്രയും കോസ്റ്റ്യൂംസ്, ഇത്രയും ഡ്രസ്സുകൾ കമ്പനി വിചാരിച്ചു വളരെ ചെറിയ സമയത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ. അങ്ങനെ കമ്പനി തീരുമാനിച്ചു. കമ്പനിക്ക് ഒരു ഉഗ്രം കഴിഞ്ഞു. അതുകൊണ്ട് വേഗം വരുക. കിട്ടുന്ന സമയത്തിനകത്ത് മാക്സിമം ഡ്രസ്സ് ധരിക്കുക. ഓക്കെ, ഇപ്പൊ പാന്റൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടണമെന്നില്ല, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ മാക്സിമം ഡ്രസ്സ് പ്രോപ്പർ ആയിട്ട് ഡ്രസ്സ് ധരിക്കണമെന്നില്ല. മാക്സിമം ഡ്രസ്സ് ശരീരത്ത് കയറ്റി ആ ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോവാം. ഓക്കെ, ഗെയിമിന്റെ പേര് പറയൂ. മാക്സിമം ഡ്രസ് ചലഞ്ച്. ആരൊക്കെയാണ് മാക്സിമം ഡ്രസ്സിന് വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്നവർ? തുണിയില്ല നിൽക്കുന്ന അല്ല, വീട്ടിൽ തുണി കുറവുള്ളവരാണ്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് നിസാറക്ക ആൻഡ് ഷെജിദ, come on, ബിബിൻ ആൻഡ് ജസ്ന. ആദായ വിൽപ്പന ഉടൻ ആരംഭിക്കാൻ പോവാണ്. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്. ഇത് എടുത്തിടാൻ വേണ്ടി, ഡ്രസ് ഇടാൻ വേണ്ടി. ഓ, എടുത്തിടാൻ. അതിനെന്തിനാ ബട്ടൺസ് ഊരുന്നേ? അത് എളുപ്പമുണ്ടല്ലോ ഇടാൻ. നീ ഷർട്ടാകുമ്പോൾ ടൈറ്റ് ചെയ്ത് നിൽക്കൂല, ബെനിനൊക്കെ വലിച്ചാൽ എളുപ്പമുണ്ട്. സ്വന്തം ഡ്രസ് ഊരി വെക്കുന്നോ? ഇല്ല. ഓക്കെ, റെഡി. ഓക്കെ, ഓൺ യുവർ മാർക്ക്. പിന്നെ തിരിച്ചിരുന്നു ആരംഭം. ഒന്ന് ഞാൻ പറഞ്ഞു, തുടങ്ങ്. അത് കേരളത്തില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കയ്യിലിടാൻ പറ്റില്ല, കയ്യിൽ മാത്രം നേരത്തെ തൂക്കിയിടാൻ പറ്റില്ല. ഡ്രസ് ഒരുപാട് ഡ്രസ് അച്ഛാ, കിട്ടുന്ന മുണ്ടെല്ലാം എടുത്തു കൊടുക്ക്.
മാക്സിമം ഡ്രസ് 10 ഡ്രസ്ഡ് 9 അയ്യോ ബിബിനെ തൊള്ളൽ പണി 2 മുമ്പില് ബിബിനെ മുമ്പില് 1 ഇതിങ്ങനെ കഴിഞ്ഞു മാക്സിമം ഡ്രസ് ദേഹത്തിട്ടുണ്ടോ വിശ്വസിക്കുന്നു. നിസാർക്ക് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, എവിടെയോ കക്കാൻ കയറി കിട്ടിയതെല്ലാം എടുത്ത് ഓടുന്ന പോലെ. അല്ലല്ല, കക്ക കേറിയിട്ട് സാധനമായിട്ട് നാട്ടുകാർ പിടിച്ച പോലുണ്ട്. ഡാഡി ഗിരിജയിൽ നിന്ന് തുടങ്ങാം. ബിബിൻ, ഡാഡി ഗിരിജ കമ്പിളിയിൽ നിന്ന് പുറത്തു വരുമോ? ഓരോന്നായി ഫ്രണ്ടിലോട്ടിട്ട് എങ്ങനെ ഫ്രണ്ടിലേക്ക് എന്റെ കയ്യിൽ തന്നാ മതി, ഞാൻ ഇവിടെ ഇടാം. 1 2 11. ഓക്കെ, നിക്കറിൽ നിന്ന് തുടങ്ങാം. $16 $17 $18. ബിബിനെ ജസ്റ്റ് 29 ഡ്രസ്. വാ, അടിപൊളി. ഓക്കെ, തുടങ്ങാം. Boy, Badshah. 14. ഇത്ത 14 ഡ്രസ്. ഓക്കെ, $19 $20. കഴിഞ്ഞാ ഇത് സ്വന്തമാണോ? ഇല്ല, സ്വന്തമാ. 20 14 34 29. നിസാർക്ക കലക്കി. ഇത്രയും ആവേശത്തോടെ ഡ്രസ് ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ശരിക്കും കണ്ടപ്പോ ഞാൻ വിചാരിച്ച ജസ്റ്റിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടാവാന്നാ. പക്ഷെ നിസാർക്ക awesome. അവിടെ ഇക്ക ചെയ്ത ഏറ്റവും വലിയ ബുദ്ധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് എങ്ങനെ ഇടാം എന്നുള്ളത് ചിന്തിക്കാനുള്ള സമയം വളരെ കുറച്ചേ കൊടുത്തുള്ളൂ. ട്രൗസർ ആണെങ്കിലും പുള്ളി കയ്യിലൂടെ കയറ്റും, ഷർട്ട് ആണെങ്കിലും കയ്യിലൂടെ കയറ്റും. അപ്പൊ അതിലാണ് ആ ഒരു 1-2 ഡ്രസ്സ് കൂടുതൽ ഇടാനുള്ള ആ ഒരു സ്പേസ് കിട്ടിയത്. കാരണം ഉള്ളതെല്ലാം മാക്സിമം ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ്, അത് പ്രോപ്പറായി ധരിക്കണം എന്ന് നിർബന്ധമില്ല എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ്. മാക്സിമം ഡ്രസ് ചലഞ്ചിൽ വിജയിച്ചത് ആരാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മള് ഒരു പുതിയ ഗെയിം കൊണ്ടുവരികയാണ്. ഇവിടെ കുറെ ഗെയിം പുതിയതാണ്, പക്ഷെ ഇത് അടിപൊളി ഒരു ഗെയിമാണ്. അടിപൊളി ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നമ്മളോട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് ഷിറ്റുവാണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് വരുമ്പോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറെ കാർഡ്സ് ഉണ്ടല്ലോ. ഈ കാർഡ്സിൽ ഒരു സാധനം നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതിയതുകൊണ്ട് പടമുണ്ട്. അപ്പൊ ഈ കാർഡ് എടുത്ത് നമ്മൾ ആ കണ്ടസ്റ്റന്റിനെ വേറെ ആരെയും കാണിക്കാതെ സീക്രട്ട് ആയിട്ട് കാണിക്കുന്നു. അപ്പൊ അയാൾക്കത് മനസ്സിലായല്ലോ. അയാൾ ഇവിടെ വന്ന് നിൽക്കുന്നു, വായ തുറക്കാതെ അഭിനയിച്ച് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നു. നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാമോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരെ തന്നെയാണ് നമ്മൾ ഈ ടാസ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഈ അടുത്ത ജീവൻ മരണ പോരാട്ടമാണ്. അതെ, ഒരു നാൾ വരും, ഒരു വെള്ളിയാഴ്ച നിന്റെ ആകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് വെള്ളിയാഴ്ചയിലേക്കുള്ള യാത്രയിലാണ് ആള്. ഓൾറെഡി സ്വന്തം പേരിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഇറങ്ങി. സുമിത് ഇൻ ആൻഡാസ്. ബാക്കി വിശേഷങ്ങൾ പറയാൻ ഞാൻ സുമിത്തിനെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം സുമിത്. ഇൻട്രോക്ക് സുമിത് ആൻഡ് ഹിമ.
സുബിത്തെ എന്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അത്? അതൊരു മൂവി സീരീസ് ആണ്, ശക്തിമാൻ ശരവണൻ എന്ന് പറയുന്ന ഒരു മൂവി സീരീസ് ആണ്. ആരാണ് ശക്തിമാൻ ശരവണൻ? ശക്തിമാൻ ശരവണൻ? ഞാനാണ് ശരവണൻ. അഭിനയ ചക്രവർത്തിമാര് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് എതിരിടാൻ വേറൊരു അഭിനയ ചക്രവർത്തികളെ ഞങ്ങൾ വിളിക്കുകയാണ്. രാജാക്ക് രാജ, രൺവീർക്ക് രൺവീർ. ഇവൻ ഇൻട്രോ കൊടുത്ത സ്ഥിതിക്ക് അവൻ എന്തായാലും ഇൻട്രോ കൊടുക്കണം. ഇതിലെ കിടന്ന് കാര്യം. ലെറ്റ്സ് വെൽക്കം രൺവീർ സിംഗ്. Meet and Miri. അഭിനയിച്ച് നമ്മൾ തകർക്കാൻ പോവാണ്. ഓക്കെ, അഭിനയ ചക്രവർത്തി നമുക്ക് തുടങ്ങാം. ബാക്കിയുള്ളവര് നിങ്ങൾ സീറ്റിലേക്ക് പോയിരുന്നുള്ളൂ. ഇവിടെ അഭിനയ ചക്രവർത്തി മാത്രം മതി. ഓക്കെ, ലിപ്പ് വേണ്ട, സംസാരം വേണ്ട. ഇതെന്താണെന്ന സംഭവം മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഓക്കെ സുമിത്തെ, ഈ വേദി ഇനി സുമിത്തിന്റെയാണ്. സുമിത്തിലെ അഭിനേതാവിനെ നമ്മൾ കാണാൻ പോവുകയാണ്. 3, 2, 1 ഗോ. സൗണ്ട് ഒന്നും വേണ്ട. കോഴി കോഴി കോഴിയാണോ? പുള്ളിനെയാണ് കോഴി എന്ന് വിളിച്ചാൽ പുള്ളി കാണിച്ചതാണ് കോഴി. കോഴി 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 ആണോ? വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടോ? അച്ചായന് ഞാൻ വിചാരിച്ചു പട്ടി മുള്ളാൻ നിക്കണേയിരിക്കും. പട്ടി മുള്ളാൻ നിൽക്കുമ്പോ ബീഡിയും വലിച്ചോണ്ടാണോ നിൽക്കുന്നത്? ബീഡിയല്ല, വക്കീൽ എന്താ തോന്നിയേ? ഇത് ഒരു കോഴിയുടെ ഫീല് തോന്നി. റെഡി? അതെ. കോഴി. സുമിത്, അഭിനയ ചക്രവർത്തി സുമിത്. കോഴി. കോഴി സുമിത്. അല്ല, സുമിത് കോഴിയെ കാണിച്ചു. അടുത്തത് ഓക്കെ, പൊക്കോ. ഈ മൃഗത്തിന് മനസ്സിൽ ആലോചിക്കൂ. പറ. പന്നി പന്നി. നിന്നെ പന്നിക്ക് വിളിച്ചിട്ടും അവരെ പോയി കെട്ടിപ്പിടിക്കണം. നിന്നെ ആദ്യം കോഴിന്ന് വിളിച്ചു, രണ്ടാമത് പന്നീന്ന് വിളിച്ചു, കെട്ടിപ്പിടിച്ചു. പന്നീന്ന് വിളിക്കുന്നവരെ കെട്ടിപ്പിടിക്കുന്നു. പന്നിയാണോ? പുള്ളി കാണിച്ച അതേ ഫിഗർ. ഇതെങ്ങനെ കിട്ടി ലക്ഷ്മി? ഞങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രിയാ. ഈ കെമിസ്ട്രി സഞ്ജു ആയിട്ടുണ്ടായിരുന്നെങ്കിൽ മനപ്പുറത്ത് ഇവർ ജയിച്ചേനെ. ഓക്കെ, അപ്പം അഭിനയ കുലപതി സുമിത്തിനെ നമ്മൾ തിരികെ സീറ്റിലേക്ക് വിടുകയാണ്. അടിപൊളി. 2, 2 on 2. അടിപൊളി. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടിച്ചത് പേടിച്ചിരിക്കുവായിരുന്നു. പേടിക്കണ്ട. ഓക്കെ, ഓക്കെ, ഇതൊക്കെ എന്ത് ഈസിയാ. ഈസിയാ. കം ഓൺ. ഓക്കെ, ഇതിപ്പോ ഞാൻ എങ്ങനെയാ ഇത് ചെയ്യേണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നു. ഓക്കെ, ആന എന്നെ യോഗാചാര്യനാണ്. പശു പശു. ആമ. ഇത് ഏതാമ ഇങ്ങനെ നടക്കുന്നത്? ആമയോ? മദാമയാണോ? അല്ല, എങ്ങനെ ആമയെന്ന് പറഞ്ഞു? തല ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചില്ലേ ഇങ്ങനെ. അയ്യോ, ആമകളൊക്കെ തലപൊക്കി കാണിച്ചിട്ട് പോവാറ് ഇവളുടെ ആമകള്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. ആമ. ഇത് കലക്കും. വാ. മീത്തെ, രണ്ടാമത്തെ ചാൻസ്. റെഡി? മയില്. പറക്കുന്ന പന്നിയോ? ഒട്ടകപ്പക്ഷി. കാണിച്ചുകൊണ്ടിരിക്കേ. കണ്ണീച്ച. എന്തു? അണ്ണിലീച്ചയോ? വണ്ട്. കൊതുക്. ആരെ കൊതുകെന്ന് പറഞ്ഞേ? ഡോണ ഫസ്റ്റ് ആദ്യം പറഞ്ഞു. എങ്ങനെ കിട്ടി കൊതുക്? ഇങ്ങനെ കുത്താൻ പറ്റുന്ന കാണാൻ പറഞ്ഞല്ലേ, പിന്നെ ഇങ്ങനെ പറന്നതിന്റെ ഒരു കൊതുക്. അടിപൊളി. മീത്തിന് ഒരു നല്ല കൈഡി. സുമിത്ത മീത്ത് രണ്ടൊരു കലക്കി. അപ്പൊ ദൈവമാണോ? ഓക്കെ, റെഡി? മുള്ളംപന്നി. ഇവളായിട്ടും കെമിസ്ട്രി മൃഗശാല നടത്തുന്നുണ്ട്. എനിക്ക് ഭയങ്കര കെമിസ്ട്രി അവരുമായിട്ട്. കുറച്ചു നേരത്തേക്ക് അതിനെ പുറത്താക്കാൻ പറ്റും.
സഞ്ജു ഒഴികെ എല്ലാവരും കെമിസ്ട്രി ഉണ്ട്. കറക്റ്റ്. എല്ലാം തകർന്നവളെ പോലെ ഒരാൾ വരുന്നുണ്ട്. ഇത് താഴെ മീൻ 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 മയില്. ഇനി മൈക്കെടുത്ത് പറ. പെൻഗിനാണോ? പെൻഗിനാണോ? ഇങ്ങനെയാണോ നടക്കുന്നേ? ആ ഒന്നുകൂടെ കാണിക്കോ? ഇന്നി തീരം തേടും തിരിയുടെ പാട്ടിൽ കാതര എത്തി ഉണർന്നു മതാലസയായി. അപ്പൊ 4 പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 4 പേർക്ക് ഒരു നേടി. ബ്രില്യൻറ്റ്. സുമിത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നീത്ത് ഓൾസോ വെരി ഗുഡ്. എനിക്ക് ലക്ഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസേഴ്സ് പറയുന്ന എനിക്ക് തലയിൽ കൂടെ പോയില്ലായിരുന്നു. ലൈക്ക് ആ ഇടയ്ക്ക് വേറെ എന്തോ പറഞ്ഞില്ലായിരുന്നോ? ഐ ഡോണ്ട് നോ ഹൗ യു ഗെസ് ദാറ്റ് സീരിയസ്ലി. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് ചെയ്തു. അടിപൊളി. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഗസ് ചെയ്ത പോലെ തന്നെ അതിൽ ലക്ഷ്മിക്ക് ഗസ് ചെയ്യാൻ വേണ്ടി ഇവരുടെ പെർഫോമൻസ് തന്നെയാണ് അതിനെ സഹായിച്ചത്. നിങ്ങൾ എല്ലാവരും അത് മനോഹരമായിട്ട് ചെയ്തു. സൂപ്പർ സ്റ്റാർ കപ്പിൾസ്. അതായത് മീത്തും മിരിയും പിന്നെ സുമിത്തും ഹിമയായിട്ടുള്ള ഇതായിരുന്നു എങ്കിലും പെർഫോമൻസ് ലക്ഷ്മിയുടെ സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മുടെ മിരിയുടെ അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംഭവം. പക്ഷെ അത് നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മിസ്റ്റർ മിസ്സിന്റെ എപ്പിസോഡ് ഉഗ്രൻ എപ്പിസോഡായിരുന്നു. നമ്മുടെ കളഞ്ഞുപോയ വക്കീലിനെ നമുക്ക് തിരിച്ചു കിട്ടി. വക്കീൽ വന്നപ്പോൾ തന്നെ ഒരുപാട് പേരെ ജയിലിൽ കയറ്റി. നല്ല നല്ല അടിപൊളി ടാസ്കുകളൊക്കെ ചെയ്തു. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിട്ടുണ്ട് അല്ലേ ഷിട്ടോ? പക്ഷെ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ കോമഡി കപ്പിൾ റൗണ്ടില്ലേ അതോടെ വേണ്ടേ? അപ്പോ ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് പ്രൗഡ്ലി പ്രസൻസ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ടില് നമ്മുടെ ഡോണയും അജിത്തും വന്ന ഉഗ്രനായിട്ട് പെർഫോം ചെയ്യും. ആ പെർഫോമൻസ് കണ്ട് ഞങ്ങൾ ചാച്ച ബൈ ബൈ പറയാണ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് അല്ലേ ഷിറ്റു? അതെ, അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് അപർണ. ദിസ് ഇസ് ബൈ ഫ്രം ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് BSY Noni ഹെയർ കളർ ഷാംപൂ. കോ പ്രസൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ്. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈജി. കോ പവർഡ് ബൈ ഏഷ്യൻ പെയിന്റ്സ്, കാഡ്ബറി ഡയറി മിൽക്ക്, ക്രിസ്പെല്ലോ. സ്പെഷ്യൽ പാർട്ണർ സോപിക്. ഗുഡ് നൈറ്റ്. എന്നല്ല ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കയറിയിരുന്നോളം പറഞ്ഞു. ആര്? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോദിക്ക്, അയാളാ ഷാപ്പിലുണ്ട്. ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചത്. പിന്നെ ഇയാളാണ്? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ ഞാൻ എപ്പോഴാണ് കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ നുണച്ചിനങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്നോ?